ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു യൂസ്ഡ് ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് പറ്റിയ നല്ലൊരു ഡീലർ എടുത്താണ് വന്നിട്ടുള്ളത്. ഇവർ നമ്മുടെ ബൈക്കിൻ്റെ മാത്രമല്ല ഓട്ടോറിക്ഷൻ്റെ ഒക്കെ ചെയ്യുന്നുണ്ട്. മുൻപ് നമ്മൾ ഇവിടുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ വെന്നിയൂർ ടൗണിൽ തന്നെ നമ്മുടെ HP പമ്പിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ഷോപ്പാണ്. ഇത് ബൈക്കിൻ്റെ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഓട്ടോറിക്ഷൻ്റെ നമ്മൾ ഓൾറെഡി വീഡിയോ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ വണ്ടി മുതൽ ഏറ്റവും പ്രീമിയം വണ്ടി വരെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ എല്ലാ വണ്ടികളും നമ്മൾ ഈ ഒരു ഷോറൂമിലുണ്ട്. നിലവിലുള്ള വണ്ടികളും ഇനി വരാനും കിടക്കുന്നുണ്ട്. ചില വണ്ടികൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ നിലവിലുള്ള വണ്ടികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ജസ്റ്റ് 13,000 രൂപ മുതൽ നമുക്കിവിടെ വണ്ടി ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ ഏറ്റവും ചെറിയൊരു വണ്ടി മുതൽ ഏറ്റവും പ്രീമിയം വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വരെ ഉള്ള വണ്ടികൾ ഇവിടെ നിലവിൽ ഷോറൂമിലുണ്ട്. അപ്പോൾ അടവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. മദീന നമുക്കറിയാം, ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ ഡീലർഷിപ്പ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ടതില്ല. അടവ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റാക്കി കൊടുക്കുന്നതുകൊണ്ട് ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വണ്ടികൾ സ്വന്തമാക്കാം. ഒരുപാട് നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാം, ഒരുപാട് കളക്ഷനുകളുണ്ട്. അപ്പോൾ ഓരോ വണ്ടിയുടെയും സെപ്പറേറ്റ് റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മക്കളെ, നമ്മളെ ഫസ്റ്റത്തെ വണ്ടി കാണിച്ചു തരാം. നമ്മുടെ ഒരു വീട്ടിലത്തെ ലേഡീസിന്, അതേപോലെ വയസ്സായവർക്ക്, ചെക്കന്മാർക്കൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയ എല്ലാത്തിലും പറ്റിയൊരു വണ്ടിയാണിത്. യമഹൻ്റെ റേസറ്റാണ് നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന വണ്ടിയാണിത്. 2013 മോഡലാണ് ഈ ഒരു വണ്ടി വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, ഒരു ഗിയർലെസ് വണ്ടി ഉപയോഗിക്കണം എന്നുള്ളവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ്. വണ്ടി പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ, അധികം ഹൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചെറിയൊരു വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 19 രൂപയാണ്. അപ്പോൾ ഇതിന് ഇനി അടവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു എമൗണ്ട് ആയ കാരണം നമുക്ക് അടവ് കിട്ടില്ല. അപ്പോൾ അടുത്ത വണ്ടി നമുക്ക് വരുന്നത് ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്ന, ഒരു സാധാരണക്കാരനക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമറാണിത് വണ്ടി. 2013 മോഡലാണ് ഈ ഒരു വണ്ടി വരുന്നത്. ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഫ്രണ്ടും ബാക്കൊക്കെ നമ്മുടെ നോർമൽ ബ്രേക്ക് പാഡാണ് വരുന്നത്. ചില വണ്ടികൾക്ക് അത് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് സെയിം 19 രൂപ തന്നെയാണ് ഇതിനും ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. അതേപോലെ നമ്മുടെ അന്നും ഇന്നും നിലയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലാറ്റിന, നമ്മുടെ ബജാജിൻ്റെ പ്ലാറ്റിനയാണിത് വണ്ടി. 2013 മോഡൽ. അപ്പോൾ ഈ ഒരു വണ്ടി അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. മൈലേജ് പ്രതീക്ഷിച്ച് നമ്മുടെ മീൻകാർ ആ ഒരു കാറ്റഗറിയിലാണ് ഈ വണ്ടി കൂടുതൽ പോക്ക്. നമ്മൾ അത്യാവശ്യം കനലില്ലാത്ത ഒരു 110 cc ആണ് ഈ ഒരു വണ്ടി വരുന്നത്. ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 13 രൂപ ഉള്ളൂ. ജസ്റ്റ് ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഇറക്കി കൊണ്ടുപോകാം. വരിക, വണ്ടി എടുക്കുക, പോകുക, അത്രേ ഉള്ളൂ. ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇറക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അതേപോലെ അടുത്തത് നമ്മുടെ ഫസ്റ്റ് കാണിച്ചതുപോലെ ഗിയർലെസ് വണ്ടി തന്നെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. ഇപ്പോഴും ഈ വണ്ടിയുടെ മാർക്കറ്റിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. പുതിയ മോഡലും വരുന്നുണ്ട്. ഇത് നമ്മുടെ സുസുക്കിയുടെ ആക്സസ് ആണ്. ആക്സസ് 125 125 cc വരുന്ന വണ്ടിയാണിത്. ഇത് 2012 മോഡലാണ് വണ്ടി. 2013 KL 41 രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് 13 രൂപ. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, 12 രൂപയൊക്കെ കിട്ടും. അപ്പോൾ ഇതെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. അടുത്തത് നമ്മുടെ കുറച്ചുകൂടെ ഒരു കാറ്റഗറി മുകളിലേക്ക് വന്ന് കുറച്ചുകൂടെ വൃത്തിയുള്ള വണ്ടികളാണ്. മോഡൽ കൂടിയ വണ്ടിയാണ്. 2017 ആക്റ്റീവ 4G ആണിത്. KL 11 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വൃത്തിയുള്ള ഒരു വണ്ടി തന്നെയാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പുതിയ ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് കളർ വരുന്ന വണ്ടിയാണ്. നമുക്ക് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് 40 രൂപയാണ്. ജസ്റ്റ് 40 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഇതിലൊരു 20 രൂപയോളം ഏകദേശം അടവ് കിട്ടുന്ന വണ്ടിയാണിത്. അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണിത്. TVSൻ്റെ ജൂപ്പിറ്റർ. TVSൻ്റെ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല. ഈ ഒരു സ്കൂട്ടി സെഗ്മെൻറ്റിൽ അത്യാവശ്യം മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കുറവുള്ളൊരു വണ്ടിയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള വണ്ടിയാണ്. നല്ലൊരു ബ്ലാക്ക് കളറാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. 2023 മോഡലാണ് ഈ ഒരു വണ്ടി. 2023 എന്ന് പറയുമ്പോൾ ജസ്റ്റ് 2 വർഷത്തെ ഉപയോഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ധൈര്യമായിട്ടൊരു പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്ക് ഈ ഒരു വണ്ടി നല്ലൊരു ഓപ്ഷനാണ്. അധികം ഉപയോഗിക്കാത്തൊരു വണ്ടിയാണ്. അപ്പോൾ എന്തായാലും കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ വരാൻ ഒരുപാട് ഇനിയും കഴിയും, പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ. ജസ്റ്റ് ഒരു 39,000 കിലോമീറ്ററാണ് നിലവിൽ റണ്ണിങ് ഉള്ളത്. അത്യാവശ്യം സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്നത് 80,000 രൂപയാണ്. ഇതിലൊരു 25 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ വണ്ടി നമുക്ക് ഇറക്കി കൊണ്ടുപോകാം. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല, കാരണം ജസ്റ്റ് 2 വർഷത്തെ ഉപയോഗമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കൊരു ആക്റ്റീവ 6G ഉണ്ട്. ഇത് നമുക്ക് 2020 മോഡലാണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷനിൽ തന്നെ വരുന്ന വണ്ടിയാണിത്. ഒരു ഗ്രേ കളറാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. 2020 മോഡലാണ് വണ്ടി. ഇത് നമുക്ക് ചോദിക്കുന്നത്
67 രൂപയാണ്. ഇത് നമ്മുടെ കയ്യിൽ ഒരു 25 രൂപ ഉണ്ടെങ്കിൽ വന്നിട്ട് വണ്ടി കൊണ്ടുപോകാം. ബാക്കി അടവും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി തരും. ഏകദേശം ഒരു 50,000 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട്.